ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ സത്യഭാമയും രാഘവേട്ടനോട് ആ വീട് നഷ്ടപ്പെട്ടതിലെ ഭാമയ്ക്കുള്ള വേദന ഇങ്ങനെ പറയണേ. ആ വീടിനെ എന്തെങ്കിലും സ്വന്തമാക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല, അതിനുള്ള പൈസയും ഇല്ല. പക്ഷേ കാലം ഒരുപക്ഷെ നമുക്കത് നമ്മുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചേക്കാം. അതെല്ലാം ഒരു പ്രതീക്ഷ മാത്രമാണ്. അങ്ങനെയാ ഇപ്പൊ ഞാൻ കഴിഞ്ഞു പോകുന്നത്. മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ആ ഒരു പ്രതീക്ഷ മാത്രം പോരെ രാഘവേട്ട, ഇനിയുള്ള നമ്മുടെ ബാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ. അത് കേൾക്കുമ്പോൾ രാഘവേട്ടനും അതെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സങ്കടത്തിലിരിക്കണേ. ഇതെല്ലാം കേൾക്കുന്ന വിഷ്ണുവിനാണെങ്കിൽ വല്ലാതെ സങ്കടമാവുന്നുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞൊഴുകണേ. ഈശ്വര, എന്നാ എല്ലാ അധികാരത്തോടുകൂടെയും എൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാ അധികാര അവകാശത്തോടെയും ആ വീട്ടുമുറ്റത്ത് കൊണ്ടുചെന്ന് നിർത്താൻ കഴിയാ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തിൽ അവിടെ നിന്ന് കരഞ്ഞവിടെ നിന്ന് പോവാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് നൂർജഹാനൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നസീർ പുറത്തെവിടെയോ പോയി വരികയാണ്. വന്ന ഉടൻ തന്നെ സ്നേഹത്തിലൊക്കെ സംസാരിക്കും. വിവാഹത്തിലേക്കാണ് അത് എത്തിച്ചെന്ന് നിൽക്കുന്നത്. നൂർ അപ്പത്തന്നെ പറയും, എനിക്ക് പഠിത്തം കഴിഞ്ഞിട്ട് വിവാഹം മതി, ഇപ്പം എന്തായാലും വേണ്ട. അതിൽ നസീർ പറയും, എന്താ നൂറെ നീ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെയും മാമയുടെയും കാര്യങ്ങൾ നോക്കി എന്തെങ്കിലും വെച്ചുണ്ടാക്കി തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കറങ്ങാൻ പോയി. അങ്ങനെ ഒരു ലൈഫ് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളുണ്ടോ? പക്ഷെ നീ എന്താ നൂറെ ഇങ്ങനെ ആയി പോയത്? നൂർജഹാൻ പറയും, എനിക്ക് ഇച്ചിരി പഠിപ്പുള്ളതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ ആഗ്രഹം പഠിക്കാനാണ്. എനിക്ക് ഉപ്പച്ചി വാക്ക് തന്നിട്ടുള്ളതാ. അപ്പോഴായിരിക്കും അങ്ങോട്ട് നസീറിന്റെ ഉമ്മയും വരുന്നത്. ഓ, കണ്ടു കഴിഞ്ഞ രണ്ടും കൂടെ അടിയാവും. നിങ്ങൾ എങ്ങനെ കുട്ടികളെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്? ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നസീറിന്റെ ഉപ്പയും അങ്ങോട്ട് വരണേ. പുതിയൊരവതാരം അങ്ങേര് വന്നിട്ട് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂർജഹാൻ പറയും, എനിക്ക് പഠിക്കണം, എനിക്ക് ഉപ്പച്ചി വാക്ക് തന്നിട്ടുള്ളതാ, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് 2-3 തവണ പറയുമ്പോൾ നസീറിന്റെ ഉപ്പ പറയും, ഇനി സുബൈർ കാക്കയുടെ സ്ഥാനത്തെ ഞാനാണ്, ഞാൻ പറയുന്നത് കേട്ടാ മതി, ഇനി ഇതിലൊരു ചർച്ചയില്ല, നമുക്ക് വിവാഹം വേഗം നടത്തണം. ഇത് കേൾക്കുമ്പോൾ നൂർജഹാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നസീറിനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുക. എന്നാൽ നസീറിനാണെങ്കിൽ ഇത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. നൂർജഹാനെ സ്വന്തമാകാൻ പോവുകയാണെന്നല്ലോ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലാണ്. പഴയ ഭാമയുടെ വീട്ടിലെ അവിടെ ഒരു ഓട്ടോയില് രോഹിത് എന്തോ ചായക്കടിയോ മറ്റോ വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. ശ്യാമ എപ്പോഴേക്കും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഹാളിലിരുന്ന് അത് കുടിക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറയും, നമ്മൾ എത്ര നാളായല്ലേ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട്? രോഹിത് പറയും, കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഓർമ്മയിൽ പോലും വരാത്ത രീതിയിൽ നമുക്കതിനകറ്റി നിർത്താം, എന്നിട്ട് നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങണം. ശ്യാമ പറയും, രോഹിത്തെ എനിക്ക് ഇതിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ അടുത്തേക്ക് ഒരു ചെയർ നീക്കിയിട്ട് അവിടെ ഇരുന്ന് രോഹിത്തിന്റെ കയ്യിൽ പിടിക്കുക. ഇത് നമ്മുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരികെ പോയാലോ? അപ്പൊ ശ്യാമ കൂളായിട്ട് പറയും, ഇല്ല, ഇനി എന്റെ രോഹിത്തിന് അങ്ങനെ മാറാൻ കഴിയില്ല. ഇപ്പൊ രോഹിത്തിന്റെ ഉള്ളിൽ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു മനുഷ്യനുണ്ട്. രോഹിത് പറയും, നമുക്ക് അച്ഛനെയും അമ്മയും പോയി ഒന്ന് കാണണം. ഞാൻ മൂലം ഉണ്ടായ നഷ്ടങ്ങൾക്കും മാനനഷ്ടങ്ങൾക്കും ഒക്കെ ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. ശ്യാമ പറയും, രോഹിത് ഒന്ന് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ചെന്ന് നിന്നാ മതി. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരതൊക്കെ മറക്കും. കാരണം രോഹിത്തിന്റെ മനസ്സുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇവരിങ്ങനെ സന്തോഷത്തോടു കൂടി പുതിയൊരു ജീവിതം തുടങ്ങുന്നത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു കാറ് വരുന്നത്. ഉപേന്ദ്രനും സുസ്മിതയാണ്. രണ്ടും പടവെട്ടാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കണേ. കാരുമ്പോ തന്നെ ഇവരിങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ സുസ്മിതയ്ക്കും ഉപേന്ദ്രനും ഇഷ്ടപ്പെടുന്നില്ല. സുസ്മിത പറയും, രണ്ടാളും കൂടെ വീണ്ടും ഒരു ഹണിമൂണിന്റെ കാര്യം ചർച്ച ചെയ്യാൻ തോന്നുന്നു. ഉപേന്ദ്രൻ പറയും, അങ്ങനെയാണെങ്കിൽ കാറ്റ് ദിശ മാറി വീശാൻ തുടങ്ങി, ഈ ദിശമാറ്റം നമുക്ക് അപകടമാണ്. സുസ്മിത പറയും, എന്തായാലും വാ എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് പോവാണ്. അവര് വരുന്ന കാണുമ്പോ ശ്യാമയും രോഹിത്തും അവിടുന്ന് എഴുന്നേൽക്കുക. അയ്യോ, ഞങ്ങൾ വന്നത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? ശ്യാമയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ശ്യാമ അപ്പൊ തന്നെ മുഖം താഴ്ത്തും, മുഖം തിരിച്ചിട്ട്. രോഹിത് പറയും, എന്ത് ബുദ്ധിമുട്ട്, ഇത് നിങ്ങൾക്ക് കൂടി കയറി വരാൻ അവകാശമുള്ള വീടല്ലേ? അപ്പൊ സുസ്മിത അത് തിരുത്തും, നിങ്ങൾക്കും കൂടിയല്ല, ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വീടാ, ഞങ്ങൾക്ക് മാത്രം സ്വന്തമായ വീട്. മോനെ രോഹിത്തെ, എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ച് ഉപേന്ദ്രൻ അവിടെ കസേരയിൽ ഇരിക്കും. എന്താണ് പ്ലാൻ, അതെനിക്കറിയണം. രോഹിത് പറയും, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ര പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, അത്രമേൽ അറ്റാച്ച്മെന്റ് എനിക്ക് ഈ വീടുമായിട്ടുണ്ട്. സുസ്മിതയ്ക്കും ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നടാ? നിനക്കറിയുന്നതല്ലേ നിനക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത പ്രോപ്പർട്ടി ആയത്. രോഹിത് പറയും, എനിക്ക് ജീവിക്കണം, മറ്റുള്ളവരെ പോലെ നന്നായി ജീവിക്കണം. ഉപേന്ദ്രൻ പറയും, ജീവിച്ചോ, നന്നായി ജീവിച്ചോ, പക്ഷെ അതെന്റെ മുതൽ കണ്ടുകൊണ്ടാവരുത്. ഒന്നെങ്കിൽ നീ അതെനിക്ക് തിരിച്ചെഴുതി തരണം, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ പണം കിട്ടണം. രോഹിത് അപ്പൊ തന്നെ പറയും, എനിക്ക് ഇപ്പോൾ ഇവിടെ ഇറങ്ങാൻ സാധിക്കില്ല, എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ല. സുസ്മിത പറയും, ഹോ, അപ്പൊ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കും. ഉപേന്ദ്രൻ പറയും, നോക്കാത്ത വേറെ വഴിയില്ല നീ. വിനാശകാല വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? അതിപ്പോ നീ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുക. സുസ്മിത പറയും, അതായത് നിന്റെ അന്തകനായിട്ട് നീ നിന്നെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുക, നിന്നെ തന്നെ മാത്രം എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി നിൽക്കുമ്പോ ശ്യാമയ്ക്ക് ഇത് കേൾക്കുമ്പോ പേടിയാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അനൂപ് അവിടെ ശാലിനിയെ കാണാനായി കുടുംബശ്രീ വീട്ടിലേക്ക് വന്നിരിക്കണേ.
ഇങ്ങനെ വിവാഹക്കാരിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടാണോ? അനൂപ് പറയും അതെ ചേച്ചി, ഞങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. അപ്പൊ ശാലിനി പറയും നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, വീട്ടിലെ മുതിർന്നവർ അച്ഛനമ്മ അവരോട് ആലോചിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കട്ടെ. അനൂപ് പറയും നമ്മുടെ അച്ഛന്റെ കാര്യം ചേച്ചിക്ക് അറിയാലോ, പിന്നെ അമ്മ ഒരിക്കലും ഇങ്ങനൊരു ബന്ധത്തിനെ സമ്മതിക്കില്ല. ശാലിനി വയ്ക്കും പിന്നെ ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ കാര്യത്തില് എനിക്കൊന്നും 2ാം സ്ഥാനമല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ പറയുന്നൊന്നും ഒരിക്കലും നിന്റെ അമ്മ അംഗീകരിക്കത്തൂല്ല. അനു പറയും വീട്ടിലെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാ ചേച്ചി മുന്നിട്ടിറങ്ങി വിവാഹം നടത്തി തരണം എന്ന് പറഞ്ഞത്. ഒരാളും അറിയാതെ ഞങ്ങളിത് രഹസ്യമായിട്ട് വെച്ചോളാം. വേറൊരാൾക്കും അവളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാഞ്ഞിട്ടാ ചേച്ചി. അവളുടെ വീട്ടുകാരോട് മുട്ടി നിൽക്കാനുള്ള കഴിവ് എനിക്കില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ലോക്ക് ഇവിടെ ചെയ്തു വെച്ചാൽ ഭാവിയിൽ അതൊരു ഗുണാവുമല്ലോ. ശാലിനി ഒന്ന് ആലോചിച്ചിട്ട് പറയും ശരി, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കാം. ഭാവിയിൽ നിന്റെ വീട്ടുകാരെ നിങ്ങൾ രണ്ടുപേരെയും സ്വീകരിക്കുന്ന നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അമ്മ ഇവളെ വലതുകാലം വെച്ച് വീട്ടിനകത്തേക്ക് കയറ്റുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അനൂപ് തല താഴ്ത്തിട്ട് പറയും അതില്ല. ശാലിനിക്കും പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും, എവിടെ താമസിക്കും? ശരി, ഇനി നിങ്ങളൊരു വീടെടുത്ത് എവിടെയെങ്കിലും താമസിച്ചു എന്ന് വെക്കാം. ഈ നൂർജഹാന്റെ ബന്ധുക്കളെ നിങ്ങൾ അവിടെ മനസമാധാനത്തോടു കൂടെ ജീവിക്കാൻ അനുവദിക്കുന്നു തോന്നുന്നുണ്ടോ? അനൂപ് അവിടുന്ന് എഴുന്നേൽക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേച്ചി, ഒരു വഴി എനിക്ക് പറഞ്ഞതാ. ശാലിനി പറയും ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കുക, നമുക്ക് എന്നിട്ട് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം. അനു പറയും പക്ഷെ അപ്പോഴേക്കും അവളുടെ വിവാഹം നടത്തും. ഇപ്പൊ തന്നെ അതിനുള്ള മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക അവളുടെ മോമാടെ മോൻ. ലോക ഫ്രോഡായ അവന്റെ ബീവി ആവുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ് നല്ലതെന്ന് അവള് പറഞ്ഞിരിക്കുന്നത്. ശാലിനി പറയും ഇതിപ്പോ നീ വന്ന് എന്റെ സമാധാനം കൂടെ ഇല്ലാതാക്കിയല്ലോ ചേച്ചി, ഇതൊക്കെ കൊണ്ടാ ഈ രജിസ്റ്റർ വിവാഹത്തിന്റെ കാര്യത്തില് ഞാൻ ഇത്രയ്ക്ക് ബലം പിടിക്കുന്നത്. ശാലിനി പറയും എടാ നീ നിന്റെ അമ്മയെ വിളിച്ച് എനിക്ക് താ, അല്ലാതെ ഞാൻ വിളിച്ചാ നിന്റെ അമ്മ എടുക്കില്ല, ഞാൻ സംസാരിക്കാം. അനു പറയും അത് ശരിയാവില്ല ചേച്ചി, ഈ വിവരം കാണാൻ അമ്മ അറിഞ്ഞാലേ എനിക്ക് പിന്നെ ഈ നാട്ടിൽ നിൽക്കാനേ കഴിയില്ല. എന്നെ ഈ അവസ്ഥയിലാക്കിയത് ശാരദാമ്മയും ചേച്ചിയും കൂടെയാണെന്ന് പറഞ്ഞ് ഉള്ള ശത്രുത കൂട്ടത്തേ ഉള്ളൂ. ശാലിനി പറയും എന്നാ പിന്നെ നമുക്ക് ആലോചിക്കാം, നന്നായി ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം. നീ എന്തായാലും ഇന്ന് പോണ്ട, ശാരദാമ്മയൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ഇന്ന് ഇവിടെ നിൽക്ക്, നാളെ പോകാം, നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ച് ശാലിനി അവിടെ നിന്ന് പോകുമ്പോ അനൂപ് വീണ്ടും അതേക്കുറിച്ച് തന്നെ ആലോചിച്ച് അവിടെ നിൽക്കുകയാണ്. ശേഷം അങ്ങനെ രാത്രി ആയിരിക്കുകയാണ്. അവിടെ സത്യമ്മയുടെ വീട്ടിലാണ് രാഘവേട്ടനെ കുട്ടികളുടെ സ്വഭാവമാണിപ്പോ വാശി പിടിക്കണേ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ബാമ വാരി കൊടുക്കുന്നുണ്ടെങ്കിലും അത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും വിഷ്ണു വരുന്നത്. ആഹാ, രണ്ടാളും കൂടെ വീണ്ടും തുടങ്ങിയോ? എടാ വഴക്കല്ല, എനിക്ക് വിശപ്പില്ല, അത്ര തന്നെ. അങ്ങനെ വിഷ്ണു ഓരോന്ന് പറഞ്ഞ് അവസാനം അച്ഛാ എന്ന് ഒരു വിളിക്കുമ്പോഴാണ് ചെറിയ കുട്ടികള് അച്ഛന്മാര് പറയുമ്പോ വായ തുറന്നു കൊടുക്കുമല്ലോ, അതുപോലെ രാഘവേട്ടൻ വായ തുറന്നു കൊടുക്കുക. അങ്ങനെ ബാമ വാരി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാണ്. ഈ സമയം വിഷ്ണു അവിടെ ഇരുന്നിട്ട് പറയും അമ്മ ഇനി ഈ പലഹാര സാധനങ്ങളെ വീടാന്തരം കയറി വിൽക്കാനൊന്നും പോണ്ട, അച്ഛന്റെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ബാമയ്ക്കും അപ്പൊ നമ്മൾ ഈ കടക്കാർക്കൊക്കെ കൊടുത്തിരിക്കുന്ന വാക്കോ നമ്മളെ വിശ്വസിച്ച് അവര് സ്ഥിരം കൊടുക്കുന്നവരുടെ ഓർഡറൊക്കെ നമുക്ക് തന്നെ നമ്മളെ കാത്തിരിക്കുക, അതൊക്കെ ചെയ്യണ്ടേ? വിഷ്ണു പറയും അത് പൊന്നി ചെയ്യട്ടെ, എന്റെ ഓട്ടോയിൽ കൊണ്ടു കൊടുക്കാൻ ഞാനും സഹായിക്കാം. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളോ? വിഷ്ണു പറയും അമ്മേ ഞാനിപ്പോ ഓട്ടോ ഓടിക്കുന്നില്ലേ, നമ്മുടെ 3 പേരുടെ കാര്യല്ലേ, എന്റെ ഒരു ദിവസത്തെ വരുമാനം ധാരാളം മതി. ബാമയ്ക്കും അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമോ? അമ്മേ ഞാനൊന്ന് നേരെ നിൽക്കട്ടെ, ഒഴുക്കിനെതിരെ നീന്തി ഞാൻ വരുന്നല്ലേ ഉള്ളൂ, എനിക്ക് ഇച്ചിരി സമയം താ, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ പിടിക്കാം. പറഞ്ഞത് കളിവാക്കല്ല, നമ്മളെ ചതിച്ചവരെ കൊണ്ട് തന്നെ നമ്മളെ വീട് നമുക്ക് തന്നെ തിരിച്ചെഴുതിപ്പിക്കണം. അതിനിപ്പോ ചതിയെങ്കിൽ ചതി, ഒരൊറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. മനസ്സിലുണ്ട് കനലിരിയുന്ന പോലെ ഓരോരുത്തരുടെ മുഖവും പച്ച കുത്തിയതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മളെല്ലാം പഴയതുപോലെ തിരികെ പിടിക്കും. നമ്മുടെ പഴയ വീടിന്റെ ഉമ്മർത്തെ ആ ചാരു കസാരയിലെ ഒരു രാജാവിനെ പോലെ ഞാൻ എന്റെ അച്ഛനെ കൊണ്ടുവച്ചെന്ന് ഇരുത്തും എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോ തിരിഞ്ഞു നിന്ന് ഒരു കാര്യം കൂടെ പറയും അമ്മേ ഇനി ഇവിടെ വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കണ്ട, അച്ഛനെ സമാധാനപരമായ അന്തരീക്ഷം കൊടുത്തില്ലെങ്കിൽ ഈ അസുഖം ഭേദമാവില്ല. ബാമ ആ ഭക്ഷണം അവിടെ വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയും നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, നീ പറയുന്ന പോലെയൊക്കെ ഞാൻ അനുസരിക്കാം, പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കണം, ശാലിനിയുമായിട്ടുള്ള എല്ലാ ബന്ധവും നീയും അവസാനിപ്പിക്കണം. അത് കേൾക്കുമ്പോ തന്നെ വിഷ്ണുവിന്റെ മുഖം മാറുന്നുണ്ട്. രാഘവേട്ടനെ എന്ന് പറഞ്ഞ് നോക്കുകയാണേ. വിഷ്ണു തല താഴ്ത്തി നിൽക്കും. ബാമ പറയും അത് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ പറഞ്ഞതെല്ലാം ഞാനും സമ്മതിച്ചു. എന്താ പറ്റുമോ നിനക്കെന്ന്? അതിൽ വിഷ്ണു ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോകും. ബാമ അവിടെ ഇരുന്ന് വീണ്ടും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പോൾ രാഘവേട്ടൻ പറയും മതി ബാമേ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നിനക്കെങ്ങനെയാ ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നത്? അതിനുള്ള ഉത്തരം രാഘവേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, എന്നും രാഘവേട്ടനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന്. അങ്ങനെ ബാമ ആ ഭക്ഷണം അവിടെ വെച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണേ. ശേഷം വിഷ്ണു ബാമ ഇപ്പൊ പറഞ്ഞ കാര്യം, അതായത് ശാലിനിയെ ഇനി കാണാനോ സംസാരിക്കാനോ ഒരു ബന്ധവും പാടില്ലെന്ന് പറഞ്ഞ കാര്യം വിഷ്ണുവിനെ അതിന് ഒരിക്കലും ആവില്ലല്ലോ. ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ കുട്ടികൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ അങ്ങോട്ടൊരു കാറ് വരികയാണ്. അതിൽ കുറച്ച് ആൾക്കാരും
ഇവരെ കാണുമ്പോൾ കുട്ടികൾ പേടിക്കും. ആരെ പപ്പി അതൊക്കെ? പപ്പി പറയും അറിയില്ല. ഈ സമയം കാറിന്നിറങ്ങി അവര് പറയും ദാ അതാണ് കുട്ടികള്. അതിലെ വലതുവശത്തിരിക്കുന്ന കുട്ടിയാണ് നമുക്ക് വേണ്ടത്. പപ്പിയാണ് അവരുദ്ദേശിച്ചത്. സത്യം പറയും ഞാൻ ശാരദാമ്മയെ വിളിച്ചോണ്ട് വരാവേ എന്ന് പറഞ്ഞ അകത്തേക്ക് പോകുമ്പോഴേക്കും ഈ ഗുണ്ടകളെ പപ്പിയെ അവിടുന്ന് പിടിച്ചോണ്ട് പോവാണ്. പപ്പിയെ കാറിൽ കയറ്റി അവിടെ അങ്ങ് കൊണ്ടുപോകും. പെട്ടെന്ന് പപ്പി മോളെ എന്ന് വിളിച്ച് ശ്യാമ അങ്ങ് ഞെട്ടി എഴുന്നേൽക്കാ. ശ്യാമ കണ്ട സ്വപ്നമായിരുന്നു ഇത്. അങ്ങനെ ശ്യാമ എഴുന്നേറ്റ് നോക്കുമ്പോൾ രോഹിത്തിനെ കാണുന്നില്ല. വേഗം എഴുന്നേറ്റ് രോഹിത്തെ എന്ന് വിളിച്ച് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം രോഹിത് എന്തോ പേപ്പേഴ്സും അതായത് മുദ്രപത്രങ്ങളോ അങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നോക്കി എടുത്ത് അലമാരക്കകത്ത് വെക്കുമ്പോഴായിരിക്കും എന്താ രോഹിത്തെ എന്ന് ചോദിച്ച് ശ്യാമ വരുന്നത്. ഒന്നുമില്ല. അല്ല പിന്നെ ഈ രാത്രി എഴുന്നേറ്റ് എന്ത് ചെയ്യാ? അത് പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വന്നതാണ്. അപ്പോഴാ കുറെ പേപ്പേഴ്സ് ചിതറി കിടക്കുന്നത് കണ്ടത്. ഞാനത് എടുത്തു വെക്കായിരുന്നു. ഷാമറി ഞാൻ ഇവിടെ വന്നപ്പോ നേരത്തെ പേപ്പേഴ്സ് ഒന്നും കണ്ടില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ ഞാൻ എടുത്തു വെക്കില്ലായിരുന്നോ? അത് നീ കിടന്നപ്പോ വീണതായിരിക്കും. നീ പോയിക്കോ, ഞാൻ വന്നോളാം. നീ ചെല്ലുന്നേ, ഞാൻ വന്നോളാം. ശ്യാമയ്ക്ക് രോഹിത് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. അതും പറഞ്ഞ് വീണ്ടും രോഹിത് വെള്ളം എടുത്ത് കുടിക്കുക. അങ്ങനെ ശ്യാമ ഒരു സംശയത്തോടു കൂടി അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോവാണ്. ശ്യാമ പോയി കഴിഞ്ഞാൽ രോഹിത് അതെടുത്ത് അലമാരയുടെ അടിയിലേക്ക് വെക്കാണ്. അങ്ങനെ ശ്യാമ അകത്ത് ഒരു സംശയത്തോടു കൂടെ വന്നിരിക്കണേ. രോഹിത് എന്തോ ഒളിക്കുന്നത് പോലെ തോന്നുന്നു. എന്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണേ. ഈ സമയം രോഹിത് അവിടെ കൊണ്ടുവച്ചത് എന്തോ ഒരു മുദ്രപേപ്പറാണ്. ഒരുപക്ഷെ ആ വീടിന്റെ രോഹിത്തിന്റെ പേരിലുള്ള അവകാശമായിരിക്കാം. എന്തായാലും അതെന്താണെന്നൊക്കെ നെക്സ്റ്റ് ഭാഗത്ത് അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്